കിട്ടേണ്ടത്, ആരുടെ കാര്യത്തിൽ പെട്ടെന്ന് പോലീസ് ഇടപെടണം, സ്റ്റേറ്റ് ഇടപെടണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പൊ ആരാണ്? മാധ്യമങ്ങളാണ്, ടെലിവിഷനുകൾ. മാധ്യമ ശ്രദ്ധയിൽ വരുന്ന വിഷയങ്ങളിൽ മാത്രമാണ് ഇത്രയും സ്പീഡിൽ അടിയന്തര നീതിയൊക്കെ പോലീസ് പലർക്കും കൊടുക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. വെറും 2 ദിവസം മുമ്പത്തെ ഒരു വീഡിയോ ആണേ. ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് വർഗീയ കോമരകളാണ് ഇവന്മാർ. ഞാൻ പച്ചയ്ക്ക് പറയുന്നു, എനിക്കൊരു മടിയില്ലെന്ന് പറയും. മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത്, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ട് മുണ്ടെടുക്കുന്നത്? തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുണ്ടെടുക്കുന്നത്. അതിനകത്തിലെ വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് നടക്കുക. നിങ്ങള് ഏറ്റവും വലിയ വർഗീയവാദിയാണ്. മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്മുടെ ഇവിടെ കേരളത്തിലിരിക്കുന്ന മുസ്ലിമാ ചാലിൽ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോ ഹേ ഹേ എന്ന് കൈയടിക്കുക. തറാൻ പറഞ്ഞ ഓമാര് അവൻ ഇന്ത്യക്കാരനാണോ? ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ടോ അവന്? ഇന്ത്യൻ ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോ കൈയടിച്ച് പാകിസ്ഥാൻ സിന്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാവും? ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനുമേ കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് വർത്താനം പറയുക. ഇവരൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പോകുന്നില്ലല്ലോ. പിന്നെ വർത്താനം പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നത് അല്ല, കുളിച്ചു കർച്ചകളൊന്നും എനിക്കില്ല. ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവനാ, സത്യം പറയും. ഞാൻ ആരും തിന്നാനൊന്നുമില്ല. ഞാൻ തിന്ന പേടിപ്പിക്കാനും എന്നെ പറയണ്ട. ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവൻ. അതുകൊണ്ട് പറയുക, നീ പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങൾ ഇവിടെ ജീവിക്കട്ടെ. PC ജോർജ് ഇരുന്നു കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ പച്ചയ്ക്ക് വംശീയത, വർഗീയത, ആപരവിദ്വേഷം, സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന കാര്യങ്ങൾ, നാട് കത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇരുന്ന് പറയാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് പോലെയൊന്നും അല്ല കേട്ടോ. ഗുരുതരമായ വകുപ്പുകൾ നിലനിൽക്കുന്ന കേസാണിത്. കേസെടുത്ത് നിന്ന നിപ്പിൽ പൊക്കി ലോക്കപ്പിലിടാൻ പറ്റുന്ന കേസാണ്. എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല ഈ നാട്ടിൽ. എന്താണ് കാരണം? മാധ്യമങ്ങൾക്ക് PC ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ PC ജോർജിന്റെ അറസ്റ്റിനായിട്ട് ഇവിടെ മുറവിളി കൂട്ടുന്നില്ല. അതിനാൽ എന്താ? പോലീസ് ഇടപെടുന്നില്ല, ഭരണകൂടം ഇടപെടുന്നില്ല, ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ നിങ്ങൾ പറയും പരാതിക്കാരൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും. PC ജോർജിനെതിരെ ആരെങ്കിലും പരാതിപ്പെട്ടല്ലേ നടപടി ഉണ്ടാവുള്ളൂ? അല്ലേ, ഇവിടെ പരാതിക്കാരുണ്ട്. യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു വിദ്വേഷ പരാമർശത്തിൽ കേസെടുക്കാൻ ഒരു പരാതിക്കാരന് ആവശ്യമുണ്ടോ ഈ നാട്ടില്? അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എനിക്ക് മനസ്സിലായത് മാധ്യമങ്ങളാണ് ഇവിടെ അജണ്ട തീരുമാനിക്കുന്നത്. ഹണി റോസിന് നീതി കിട്ടിയേ പറ്റൂ എന്ന് മാധ്യമങ്ങൾ തീരുമാനിച്ചു. മുറവിളി കൂട്ടി പോലീസ് നീതി കൊടുത്തു. PP ദിവ്യയെ ശിക്ഷിച്ചേ പറ്റൂ എന്ന് മാധ്യമങ്ങൾ തീരുമാനിച്ചു. മുറവിളി കൂട്ടി അതിനായി പോരാടി ദിവ്യയെ പോലീസ് ഭരണകക്ഷിയുടെ ആളായിട്ട് പോലും ജയിലിലിട്ടു. എന്നാൽ അതേസമയം നിങ്ങൾ വയനാട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ഒരച്ഛനും മകനും വിശദമായ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട്, മനുഷ്യരെ പറ്റി പേരൊക്കെ എഴുതി വെച്ചിട്ട് മരിച്ചു, ആത്മഹത്യ ചെയ്തു. ഒരു അറസ്റ്റ് ഇതുവരെ നടന്നിട്ടില്ല. എന്താണ് കാരണം? മാധ്യമങ്ങൾ മുറവിളി കൂട്ടുന്നില്ല എന്നതാണ് കാരണം. അല്ലാതെ അവർ കോൺഗ്രസ്സുകാരാണല്ലോ, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ, ഒന്നും നടക്കുന്നില്ല. ഈ നാട്ടിൽ എത്രയോ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്, എത്രയോ വാഹനാപകടങ്ങൾ നടക്കുന്നുണ്ട്, പലരും മരിച്ചു പോകുന്നുണ്ട് അതിദാരുണമായി. എന്നാൽ അവർക്കൊന്നും കിട്ടാത്തൊരു പ്രിവിലേജ് ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട അർജുന്റെ ഭാര്യയ്ക്ക് ലഭിച്ചു, സർക്കാർ ജോലി. എന്താണ് കാരണം? മാധ്യമങ്ങൾ ഇവിടെ മുറവിളി കൂട്ടിക്കൊണ്ടേയിരുന്നു. മാധ്യമങ്ങൾ സർക്കാരിനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. സർക്കാർ വഴങ്ങി. വയനാട്ടിലെ ദുരന്തത്തിൽ മനുഷ്യർക്ക് സംഭവിച്ചത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. ഇന്നാൾക്ക് കൂടുതൽ ദുരന്തം, ഇന്നാൾക്ക് കുറച്ച് ദുരന്തം എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ദുരന്തത്തിൽ പെട്ടവർക്കൊക്കെ നഷ്ടം സംഭവിച്ചു. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു. പലരും ഒറ്റയ്ക്കായി ജീവിത സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ മാധ്യമങ്ങൾ മുഴുവൻ ഒരു പെൺകുട്ടിക്കായി നിലകൊണ്ടു. ആ പെൺകുട്ടിക്ക് സർക്കാർ ജോലി നൽകി. ഞാൻ പറയുന്നത് ഹണി റോസിന് നീതി കിട്ടേണ്ട എന്നോ, അർജുന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടേണ്ട എന്നോ, ശ്രുതിക്ക് ജോലി കിട്ടരുതെന്നോ ഒന്നുമല്ല. ഇതൊക്കെ നടക്കണം. അതിന്റെ ഒപ്പം എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് ഈ നീതി കിട്ടാത്തത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത്തരം നീതി കിട്ടാൻ എല്ലാവരും അർഹരല്ലേ? ഈ സാധാരണക്കാർക്കൊക്കെ കിട്ടേണ്ട നീതിയല്ലേ ഇത് സെലിബ്രിറ്റികൾക്ക് മാത്രം കിട്ടുന്നത്? അപ്പൊ മാധ്യമങ്ങളാണ് ഇവിടെ ഇപ്പോ ആർക്ക് നീതി കിട്ടണം, ആർക്ക് നീതി കിട്ടേണ്ട, ആർക്ക് ജോലി കിട്ടണം, ആർക്ക് ജോലി കിട്ടേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് പകരം സാധാരണക്കാരൻ ടെലിവിഷൻ ചാനലിൽ പോയി എഡിറ്ററെ കണ്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് അവരെ ഈ കാര്യം ബോധ്യപ്പെടുത്തി അവരിത് മുഴുനീളെ ചർച്ച ചെയ്താൽ മാത്രമേ നീതി കിട്ടൂ എന്നതാണ് ഇത് തരുന്ന സന്ദേശമെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ? ആദ്യമൊക്കെ ഞാൻ കരുതിയത് എന്താന്ന് വെച്ചാൽ സർക്കാർ ഭരിക്കുന്ന പാർട്ടി അവർക്ക് വേണ്ടപ്പെട്ടവർക്കായിരിക്കും അവർ നീതി കൊടുക്കുക എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. കൃത്യമായ ഉദാഹരണങ്ങൾ സഹിതം അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. മാധ്യമങ്ങൾ സർക്കാരിനെ നിർബന്ധിക്കും.